വിദേശ മെഡിക്കൽ ഹൌസ് സർജൻമാരോടുള്ള അവഗണനയ്ക്കെതിരെ കേരള ഹൈക്കോടതിയുടെ ചരിത്രവിധി. മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആതുര സേവന രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്ന സ്വപ്നവും പേറി നീറ്റ് പരീക്ഷ പാസ്സായി വരുന്ന സാധാരണക്കാരായ കുട്ടികൾ സംവരണ വ്യവസ്ഥയും സീറ്റ് പരിമിതിയും മൂലം സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശനം കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ സ്വകാര്യ മെഡിക്കൽ കോളേജുകാരുടെ ഉയർന്ന ഫീസ് താങ്ങാനാവാതെ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുവാൻ നിർബന്ധിതരാകുന്നു. നമ്മുടെ വിദേശത്ത് പഠിച്ചിട്ട് വന്ന ഹൗസ് സർജന്മാർക്ക് ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ സ്റ്റൈഫൻഡ് അനുവദിച്ചു. അത് കേരളത്തിൽ ആദ്യമായിട്ടാണ്, അത് ചരിത്ര നേട്ടമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ കഠിന പ്രയത്നവും അവർക്ക് വേണ്ടി വാദിച്ച അവരുടെ വക്കീൽ നമ്മുടെ TB മിനി മാഡമാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ കേസ് മുന്നോട്ടെടുത്ത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തത്. ഇത്രയും നാൾ നമ്മുടെ കുട്ടികൾ ഇവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ഒരു ചായയ്ക്കുള്ള ഒരു രൂപ പോലും അവർക്ക് കിട്ടുന്നില്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഇൻറ്റേൺഷിപ്പിന് സ്റ്റൈഫൻഡ് അനുവദിച്ച ഒരു വിധി വന്നത്. അത് എല്ലാവർക്കും എങ്ങനെ ഇത് അനുവദിച്ച നമ്മുടെ ജുഡീഷ്യറിയോട് തന്നെ നമ്മുടെ ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വിധി മുൻപ് നമുക്ക് സുപ്രീം കോടതിയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിലാണ് നമുക്ക് നമ്മുടെ ഈ വിധി കിട്ടിയിരിക്കുന്നത്. അത് വളരെയധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് പറയാനുള്ളത്, വിദേശ മെഡിക്കൽ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് തന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ അവർക്ക് FMG എന്നൊരു ഹാർഡായിട്ടുള്ളൊരു എക്സാമുണ്ട്. അതും ഇവർ ധാരണം ചെയ്ത് അതിനുശേഷമാണ് ഇൻറ്റേൺഷിപ്പിൽ അവരെത്തിയിരിക്കുന്നത്. ഇൻറ്റേൺഷിപ്പ് വന്നതിന് ശേഷമാണ് അവർക്ക് ഒരു രൂപ പോലും സ്റ്റൈഫൻഡ് ഇല്ലാതെ ആണ് അവർ വർക്ക് ചെയ്യുന്നത്. കേരളത്തിൻ്റെ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെയുള്ള എല്ലാ ജനറൽ ആശുപത്രികൾ തന്നെയല്ല മെഡിക്കൽ കോളേജുകളിലും നമ്മുടെ ഈ ഹൗസ് സർജന്മാരാണ് അവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആതുര സേവന രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്ന സ്വപ്നവും പേറി നീറ്റ് പരീക്ഷ പാസ്സായി വരുന്ന സാധാരണക്കാരായ കുട്ടികൾ സംവരണ വ്യവസ്ഥയും സീറ്റ് പരിമിതിയും മൂലം സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശനം കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ ഉയർന്ന ഫീസ് താങ്ങാനാവാതെ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുവാൻ നിർബന്ധിതരാകുന്നു. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ കുട്ടികൾ ഈ ഇൻറ്റേൺഷിപ്പിന് ഇങ്ങനെയൊരു സാഹചര്യം ഒരുക്കി തന്നിരിക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കുട്ടികളുടെ പരിശ്രമം എന്ന് വെച്ചെന്നാൽ അവർ കുറേ നാളായി വേറെയും പല വക്കീലന്മാരുടെ മുന്നിലും അവർ കേസുമായിട്ട് മുന്നോട്ട് പോയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ വേണ്ടി നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് അനിൽകുമാർ സാറ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. പ്രസ് മീറ്റ് ഭാരവാഹികൾക്കും എൻ്റെ വിനീതമായ സംഘടനയുടെ പേരിലും ഓൾ ഫോറിൻ മെഡിക്കൽ ഡോക്ടേഴ്സ് ആൻഡ് പേരൻസ് അസോസിയേഷൻ്റെ പേരിൽ 1000 നന്ദിയും കടപ്പാടും അർപ്പിക്കുന്നു. ഇന്നിവിടെ ഈ പ്രസ് മീറ്റ് നടത്തുവാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദേശ വിദ്യാഭ്യാസം നടത്തി ഇന്ത്യയിൽ വന്നതിന് ശേഷം നമ്മുടെ ഹാർഡായിട്ടുള്ള എക്സാം അതിൻ്റെ പ്രസൻറ്റേജ് റിസൾട്ട് 12.3 ആണ് ഇപ്പോൾ നമ്മുടെ നിലവിൽ പാസ്സായ റിസൾട്ട് റേഷ്യോ. ഈ ഒരു എക്സാം പാസ്സായതിനു ശേഷം ഇന്ത്യയിൽ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് പ്രകാരം തുല്യ വേതനം തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നുള്ളൊരു ആക്ട് ഉണ്ട്. പക്ഷേ നമ്മുടെ IMG എന്നും FMG എന്നുള്ള ഒരു വിവേചനം കാണിക്കുന്നു നമ്മുടെ കേരള സംസ്ഥാനത്ത്. അപ്പോൾ ഇതിനെതിരായിട്ട് നമ്മൾ സർക്കാരിന് പല രീതിയിൽ പല നിവേദനങ്ങളും പല രീതിയിൽ കൊടുത്തിരുന്നു. പക്ഷേ ഇതിനൊന്നും നമുക്ക് വെളിച്ചം കാണാനോ ഈ കുട്ടികൾക്ക് അനുകൂലമായിട്ടൊരു ഒപ്പീനിയൻ ഉണ്ടാക്കാനോ സാധിച്ചില്ല. ഇതിന് വേണ്ടിയാണ് നമ്മളോടൊപ്പം ചേർന്ന് FMG ഇപ്പോൾ നമ്മുടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന കുട്ടികളും അതോടൊപ്പം AFMDP എന്ന സംഘടനയും കക്ഷി ചേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മിനി മേഡത്തിനെ നിലനിർത്തിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ജൂലൈ 16 ഒരു വിധി പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ അതിനെ
31-ാം തീയതി അതിനെ പോസ്റ്റ്പോൺ വെച്ചിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ വ്യക്തമായ വിധി നമുക്ക് ജൂലൈ 31-ന് കിട്ടി. അത് ഈ കുട്ടികളെ സംബന്ധിച്ച് FMG സ്റ്റുഡൻസിനെ സംബന്ധിച്ച് കാരണം സാധാരണക്കാരായ കുട്ടികളാണ് ഇതിനകത്ത് പോകുന്നത്. നമ്മുടെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൻ്റെ ഫീസ് താങ്ങാത്തതും അതോടൊപ്പം തന്നെ നമ്മുടെ സംവരണ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് അഡ്മിഷൻ കിട്ടാതെ പോകുന്ന തുച്ഛമായ മാർക്കിൽ പെട്ടുപോകുന്ന കുട്ടികളുമാണ് വിദേശ വിദ്യാഭ്യാസം തിരഞ്ഞെടുത്ത് തിരിച്ചു വരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ IMG എന്നും FMG എന്നുള്ള അവഗണന ഈ കുട്ടികൾ നേരിട്ടുകൊണ്ടാണ് ഇത്രയും കാലം ഈ പ്രതിസന്ധി നേരിട്ടത്. ഇത്രയും വർഷങ്ങളായിട്ട് പോലും ഈ കുട്ടികൾ എത്രയോ കേസുകൾ പല ആൾക്കാരും വിദ്യാർത്ഥികളും മുന്നോട്ടിറങ്ങി കേസ് പലതും സമർപ്പിച്ചിട്ടുണ്ട്, ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ വ്യക്തമായൊരു വിധി കേരള ചരിത്രത്തിൽ ആദ്യമായി നേടിയെടുക്കാൻ സാധിച്ചു. അതാണ് നിങ്ങളോട് ഏവരോടും പറയുന്നത്. ഇത് നാളെ നമ്മുടെ പൊതുമാധ്യമത്തിലും TV ചാനലുകളിലും സംപ്രേഷണം ചെയ്യുന്ന താഴ്മയായി അപേക്ഷിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് അബിൻ സഹീദ്. ഇവിടെ ഹൗസ് സർജനായിട്ട് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഇപ്പം നിലവിൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം 120 മുതൽ 140 വരെയുള്ള ഹൗസ് സർജൻസ് കൊണ്ടാണ്. അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ ഹൗസ് സർജൻസും വിദേശത്ത് പല രാജ്യങ്ങളിലായി പഠിച്ച് അതിനുശേഷം കഷ്ടപ്പെട്ട് അവർ FMG എന്നൊരു പരീക്ഷ എഴുതി അത് പാസ്സായതിനു ശേഷം ഇപ്പം നമ്മൾ FMG എന്ന് പറയുന്ന പരീക്ഷ അതിൻ്റെ ഹാർഡ്നെസ്സിനെ കുറിച്ച് ചിന്തിക്കണം. ഏകദേശം 10% മാത്രമാണ് ഒരു ആവറേജ് വെച്ച് നോക്കുമ്പോൾ പാസ് റേറ്റ് വരുന്നത്. അപ്പോൾ ആ 10% നമ്മൾ പാസ്സായി ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഏകദേശം 1 വർഷം വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് നമുക്ക് ഹൗസ് സർജൻസിക്ക് കയറാനായിട്ട്. അപ്പോൾ അതും എടുത്ത് പറയാനുള്ള കാര്യങ്ങളാണ്. ഈ 1 വർഷം കഴിഞ്ഞ് നമ്മൾ ഹൗസ് സർജൻസിക്ക് കയറി 1 വർഷത്തെ ഹൗസ് സർജൻസി കംപ്ലീറ്റ് ചെയ്ത് വരുന്ന ഒരു കുട്ടിയുടെ വയസ്സെന്ന് പറയുന്നത് 27 മുതൽ 28 വരെയൊക്കെ ഒരു ആവറേജ് പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ 6 വർഷമാണ് കോഴ്സ് വരുന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഈ എക്സാം പാസ്സായതിനു ശേഷം 1 വർഷം ഹൗസ് സർജൻസി, അപ്പം ഏകദേശം ഒരു 7 വർഷം. പിന്നെ ഹൗസ് സർജൻസിക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, അത് ഏകദേശം 7 മുതൽ 8-9 മാസം വരെയൊക്കെ വരുന്നുണ്ട്. ഒരു കുട്ടി പാസ്സായി ഇറങ്ങണമെങ്കിൽ എന്തായാലും ഒരു 27 വയസ്സ് 28 വയസ്സ്. ഇതിനിടയ്ക്ക് ആ കുട്ടിക്ക് വീട്ടിൽ നിന്ന് ഇപ്പം നമ്മളെല്ലാം മനുഷ്യരാണ്. 25 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് വീട്ടിൽ നിന്ന് പൈസ ചോദിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ ചോദിക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ രജിസ്ട്രേഷൻ കിട്ടുന്നതിന് മുന്നേ ഒരു ഹോസ്പിറ്റലിൽ കയറി വർക്ക് ചെയ്യാനോ അതിനുള്ള ലോസോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ രീതിയിൽ നമുക്ക് റവന്യൂ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുവരെയും നമ്മൾ വീട്ടിൽ പൈസ ചോദിക്കേണ്ട അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, ഇപ്പം നോർമലി എല്ലാ ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണെങ്കിലും ചില ആൾക്കാരുടെ ഒരു ചിന്തയുണ്ട്, ഈ പുറത്ത് പോയി പഠിക്കുന്ന എല്ലാ പിള്ളേരും ഭയങ്കര പൈസ ഉള്ള വീട്ടിലെ ആൾക്കാരാണ്. ഒരിക്കലുമല്ല. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ഒരു 7-8 കൊല്ലം പുറത്ത് പോയി ഇങ്ങനൊരു കോഴ്സ് പഠിച്ചു വരണം എന്നുണ്ടെങ്കിൽ അതിനോടുള്ള അത്ര സ്വപ്നം കൊണ്ടും അതിനോടുള്ള അത്ര ആസക്തി കൊണ്ടുമാണ്. അല്ലെങ്കിൽ ഇപ്പം പൈസ നോക്കി പോകാനാണെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് എടുത്ത് വിദേശത്ത് പോയി എന്തെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞ 3 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്കൊക്കെ നേരത്തെ സെറ്റിലാകാൻ പറ്റും. പക്ഷെ നമ്മൾക്ക് ഇതിനോടുള്ള ആസക്തി കാരണമാണ് നമ്മൾ പുറത്ത് പോയി പഠിച്ചു വരുന്നത്. അപ്പോൾ ഇങ്ങനെ പുറത്ത് പോയി പഠിച്ചു വരുന്ന ആൾക്കാരിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ ഞങ്ങൾ വസ്തു വിറ്റിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് അമ്മയുടെ സ്വർണ്ണങ്ങൾ പല കാര്യങ്ങളൊക്കെ വെക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ വലിയ ലോൺ എടുത്ത് പോകുന്ന ആൾക്കാരുണ്ട്. എൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ അതായത് 30-35 ലക്ഷം രൂപയുടെ ലോൺ. ഈ ലോൺ എന്ന് പറയുന്നത് എല്ലാവരും പറയും പഠിച്ചിറങ്ങി ജോലി കിട്ടുന്നിടം വരെ ഇതിന് ഇൻട്രസ്റ്റ് എമൗണ്ട് ഇല്ലയെന്ന്. പക്ഷെ നിജസ്ഥിതി എന്താണെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി 6 വർഷം കഴിഞ്ഞ് പഠിച്ചിറങ്ങിയാൽ ആ കുട്ടിയുടെ കോഴ്സ് കംപ്ലീറ്റ് ആയ ദിവസം തൊട്ട് അവിടെ ഇൻട്രസ്റ്റ് കണക്കാക്കുകയാണ്. അപ്പം നിങ്ങളൊന്ന് കണക്ക് കൂട്ടിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു 10%, 11% വെച്ച് കണക്ക് കൂട്ടിയാൽ ഒരു 30 ലക്ഷം രൂപ ലോൺ എടുത്താൽ മാസം 30,000 രൂപയുടെ അടവെങ്കിലും കുറഞ്ഞത് വരുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി, ഞാൻ പറയട്ടെ, ഈ 26 വയസ്സിൽ നമ്മൾ അവിടുത്തെ എക്സാം എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നു, 27-ാം വയസ്സിൽ ഹൗസ് സർജൻസി ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു അവിടുന്ന് പഠിച്ചു വരുമ്പോഴേ ഇവിടെ ഇൻട്രസ്റ്റ് തുടങ്ങുന്നുണ്ട്. 30,000 രൂപയാണ് പ്രതിമാസം അടയ്ക്കേണ്ടി വരുന്നത്. അപ്പം നമ്മൾ അത് അടയ്ക്കുകയും വേണം, ഇവിടെയുള്ള ചിലവുകൾ കാണുകയും വേണം. അങ്ങനെ പല ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആരും ഇതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നു, ഇവിടുത്തെ മാസവാടക പിന്നെ ബാക്കിയുള്ള ചിലവ് കാര്യങ്ങളെല്ലാം അതെല്ലാം കൂടെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു സ്റ്റുഡൻറ്റിന് ഒരു 30,000 മുതൽ ഒരു 40-45,000 രൂപയുടെ ചിലവ് മിനിമം ഈ ബാക്കി കാര്യങ്ങളും എല്ലാം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെടുക്കുന്ന അതേ പണി തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. അത്യാവശ്യം നല്ല തിരക്കാണ്. നിങ്ങളിപ്പോൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിലൊക്കെ വന്ന് നോക്കിയാൽ നമുക്ക് 120-140 പേരുണ്ടെങ്കിലും വൈകുന്നേരത്തെ തിരക്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെങ്ത് പോലും അവിടെ ഇല്ല. പലപ്പോഴും പേഷ്യൻസ് പുറത്തുനിന്നൊക്കെ വന്ന് കംപ്ലൈൻറ്റ് വരെ പറയാറുണ്ട്. അതായത് സ്ട്രെങ്ത് ഇല്ല, തിരക്ക് കാരണം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? അപ്പം സീറ്റുകൾ കൂട്ടുക,
പിന്നെ ഈ ഇൻറ്റേൺഷിപ്പ് ഡ്യൂറേഷൻ്റെ വെയിറ്റിംഗ് ടൈം കുറയ്ക്കുക, തുല്യ നിവേദനം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മളെടുക്കുന്ന പണിയും അവരെടുക്കുന്ന പണിയും സെയിമാണ്. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ചെറിയൊരു ഹെൽപ്പ് ആ കുട്ടികൾക്ക് കിട്ടുമെങ്കിൽ അത് വെച്ച് വലിയൊരു മാറ്റം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ ഈ വന്ന വിധി, അതായത് അഡ്വക്കേറ്റ് TB മിനി, ആ മാഡത്തിനോട് വലിയൊരു താങ്ക്സ് ഞങ്ങളുടെ സൈഡിൽ നിന്ന് പറയാനുണ്ട്. കാരണം ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനൊരു ഔട്ട്കം വരുന്നത്. ഇപ്പം നിലവിൽ ഈ കാര്യങ്ങളൊക്കെ എവിടെ വേണേലും നമ്മൾ പറഞ്ഞാലും ആൾക്കാർ ഞങ്ങളെ കേൾക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം അവരുടെ മനസ്സിൽ വരുന്ന കാര്യമാണ്, അതായത് നിങ്ങൾക്ക് കാശുണ്ടല്ലോ, നിങ്ങൾ കാശുള്ളത് കൊണ്ടല്ലേ പുറത്ത് പോയി പഠിച്ച, കാശുണ്ടായിട്ട് എന്തിനാണ് നിങ്ങൾ ഈ കംപ്ലൈൻറ്റ് പറയുന്നത്? ഇപ്പം നിങ്ങൾക്ക് പുറത്ത് പോയി പഠിച്ചിട്ട് ഇവിടെ വന്ന് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ള സൗകര്യം ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ഒരുക്കി തരുന്നുണ്ടല്ലോ. ഇതൊക്കെയാണ് അവരുടെ വാലിഡ് പോയിൻറ്റ്സ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ പല പല പ്രശ്നങ്ങളിലൂടെയാണ് പുറത്ത് പഠിച്ച സ്റ്റുഡൻസ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി തുല്യ നിവേദനം അല്ലെങ്കിൽ അതിനോട് അടിസ്ഥാനമായ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ താഴ്മയായ അപേക്ഷ. അത് പോസ്റ്റ്പോൺ ചെയ്തു വെച്ചു, പക്ഷേ അതിന് മുന്നേ ഇവർക്ക് കൊടുത്തിരിക്കണം എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് കൊടുത്തിരിക്കണം എന്ന് അതിൻ്റെ അകത്ത് താഴെ വന്നിരിക്കുന്നതും അതിന് മലയാളം പരിഭാഷ ഇവിടെയുണ്ട്. അതിനകത്ത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഇന്ന സമയത്തിനുള്ളിൽ അത് കൊടുത്തിരിക്കണം. 21-ാം തീയതി അത് ക്ലോസ് ചെയ്ത് വിടാതിരിക്കുക. അതിൻ്റെ കാരണം അടുത്ത പരാതി വന്നുകൊണ്ടിരിക്കുക. അടുത്ത കുട്ടികൾ വീണ്ടും 16 100-something കുട്ടികൾക്ക് ഇപ്പം ഫസ്റ്റ് ഇതുണ്ട്. അത് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. 110 പിള്ളേരോളം ഉണ്ട്. 102 പേരുണ്ട്. അസോസിയേഷനാണ് ഓൾ ഫോറിൻ മെഡിക്കൽ ഡോക്ടേഴ്സ് ആൻഡ് പേരൻസ് അസോസിയേഷൻ, അതിനകത്ത് ഒരു കക്ഷിയാണ്. അതെ 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 നമുക്ക് സപ്പോർട്ടുകളായിട്ട് മീഡിയാസൊക്കെ നല്ല രീതിയിൽ പിള്ളേരുടെ കുറേ കാര്യങ്ങൾ, കുറേ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു വിധി പിള്ളേരുടെ ബുദ്ധിമുട്ടുകൾ പുറത്തേക്ക് കാണിച്ചത് കൊണ്ടാണ് ഇത് ഇപ്പം ഇങ്ങനെയൊരു വിധി വന്നത് തന്നെ. ഇപ്പം 13-ാം തീയതി വന്നതിൻ്റെ മുൻകൂട്ടിയുള്ള ഒരു ഓർഡറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 31-ാം തീയതി ഇത് വന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ സംസാരിക്കുന്നത്. 30-ാം തീയതി നിലവിൽ കൊടുക്കണം എന്ന രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കൊടുത്തു. ഇത് ഉത്തരവ് വന്നതിന് ശേഷം ഉണ്ട്. കേരളത്തിൽ മാത്രമുള്ള ബാക്കിയുള്ള ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇപ്പൊ നിലവിൽ കഴിഞ്ഞ ദിവസം ഈ ലിസ്റ്റിലുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ആൾക്കാർ കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ സൂപ്രണ്ടിനെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ ജനറൽ ഹോസ്പിറ്റലിൽ ഇപ്പം നമ്മൾ പല ജനറൽ ഹോസ്പിറ്റലിലുള്ള പല സ്റ്റുഡൻസ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ലിസ്റ്റിലുള്ള പേരുള്ളവർ അവരുടെ പല ഡോക്യുമെന്റ്സ് ആയിട്ട് നമ്മുടെ സൂപ്പറിനെ കാണാനൊക്കെ ആയിട്ട് നമ്മൾ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആധാർ കാർഡ് പാൻ കാർഡ്. അതെ, ഈ DMA ഫസ്റ്റ് ഓർഡർ വന്നപ്പം DMA കണ്ടിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ DHSനെ കണ്ടിരുന്നു, KSMC കണ്ടിരുന്നു. ഇവരെല്ലാം നല്ല പോസിറ്റീവ് സപ്പോർട്ടാണ് ചെയ്തത്. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കണ്ടിരുന്നു, നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. ഇന്നലെയും കൂടി ഞങ്ങളെ വിളിച്ചത് ഞങ്ങൾക്ക് ഇതായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് പേപ്പർ കൊടുത്തു. അതിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം ഇന്നലെ പ്രിൻസിപ്പൽ സെക്രട്ടറി, DHS ഡയറക്ടർ, DME ഡയറക്ടർ, അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ നമ്മുടെ PS ഇവർക്ക് 5 പേർക്ക് ഇന്നലെ കൈമാറിയിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫ് ആയിരിക്കുന്നുണ്ട്. അവരെന്ത് റെസീപ്റ്റ് വാങ്ങി അവർ തന്ന റെസീറ്റാണത്. റെസീപ്റ്റിന്റെ ആവശ്യം അഡ്വക്കേറ്റ് ആണ് പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വാങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ കോടതി അലക്ഷ്യമായിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് നീങ്ങും. എന്തോ മന്ത്ലിയാണ് ഇന്റേൺഷിപ്പിന്റെ സ്റ്റൈപെൻഡ് കൊടുക്കുന്നത്. PGക്കാർക്കും ഇത് തന്നെയാണ് കൊടുക്കുന്നത്. 300 ഇവിടുത്തെ സ്റ്റൈപെൻഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ അകത്ത് അതേപോലെ തന്നെ ഒരു ഇതാണ് ഓർഡറാണ് തന്നിരിക്കുന്നത്. നോട്ടീസ് തീരുമാനിക്കുന്നത് കോടതിയല്ല, സർക്കാരാണ്. എന്തോ കിട്ടും, 100% ഉറപ്പ് കിട്ടുമെന്ന്. അവർക്ക് ഇപ്പോൾ അവർ ചെയ്യുന്ന ജോലിക്ക് അതിന് തുല്യമായിട്ടുള്ള വേതനം കിട്ടും. ഇപ്പോൾ ഈക്വാലിറ്റി അതിൻ്റെ അകത്ത് വരുമോ? ഇത്
പിന്നെ നമ്മൾ ഈക്വാലിറ്റി ഇവിടുത്തെ എക്സാമിൻ്റെ FMG എക്സാമിൻ്റെ കാര്യത്തിൽ ഈക്വാലിറ്റി നമ്മൾ പറയുന്നുണ്ട്. FMG എക്സാമിന് വരെ നെക്സ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പിള്ളേർ നെക്സ്റ്റ് എഴുതാനും തയ്യാറാണല്ലോ. അത് നെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈക്വാലിറ്റി ആകും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് അത് അതെ 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 അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒരു പരീക്ഷ തന്നെ രണ്ടുപേരും എഴുതുമ്പോൾ അതിൽ നിന്ന് ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളല്ലേ പുറത്തേക്ക് വന്നിട്ട് നല്ല ഡോക്ടർമാരായിട്ട് പുറത്തേക്ക് നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ ഒരു ഇതിപ്പോൾ ഇങ്ങനെയുള്ളൊരു ന്യൂസ് വന്നപ്പോൾ ആണ് അറിയുന്നത് കേരളത്തിൻ്റെ അങ്ങേറ്റം തുടങ്ങി ഇങ്ങേറ്റം വരെ നമ്മുടെ കുട്ടികൾ ഇത്രയധികം FMGs ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റൈഫൻഡ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന്. എന്തോ ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന 725 സീറ്റ് നമ്മുടെ GH ആൻഡ് DH-ലുണ്ട്. ഏകദേശം 330-340 സീറ്റോളം നമ്മുടെ DME രണ്ടറിലുണ്ട്. ഏകദേശം 1000 എബോവ് സീറ്റാണ് ടോട്ടൽ നമ്മുടെ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷന് ഇന്റേൺഷിപ്പിനുള്ള അവസരം. DME 300 സംതിങ് എന്ന് പറഞ്ഞാൽ 320, 300 ആ ഒരു രീതി കുറച്ച് വേരിയേഷൻ വരും. കാരണം ഇവിടുത്തെ കുട്ടികൾ മൈനസ് ആകുന്ന അനുസരിച്ചാണ് ഈ കുട്ടികൾ അതിനകത്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് 250 സീറ്റുണ്ട്. അപ്പോൾ 250 സീറ്റിൽ ചിലപ്പോൾ എക്സാം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ 230, 220 പാസ്സാകും. ആ പാസ്സായി കഴിയുമ്പോൾ 20 വേക്കൻസി അവിടെ അടുത്ത ഇന്റേൺഷിപ്പിന് വേക്കൻസി വരികയാണ്. ആ വേക്കൻസിക്ക് നമ്മുടെ ഈ പിള്ളേരെ എടുത്ത് അതിനകത്ത് നമ്മുടെ എവിടെ FMG ഇപ്പോൾ 1000 എബോ ഉണ്ട്. 1000 എബോ ചെയ്യുന്നുണ്ട്. ഈ കുറച്ചായാലും ഇപ്പൊ ഈ അസോസിയേഷനൊക്കെ വന്നിട്ട് കേരളത്തില് എത്ര പുറത്ത് വിദേശ മെഡിക്കൽ കഴിഞ്ഞിട്ട് എത്ര കുട്ടികൾ ഓരോ വർഷം നിങ്ങൾ ഈ അസോസിയേഷൻ എന്തെങ്കിലും ധാരണ? കേരളത്തിൽ 3000-ന് മേളിൽ സാറേ ഒരു വർഷം ഇറങ്ങി വരുന്നുണ്ട് കുട്ടികൾ. പഠിച്ച് പാസ്സായി വരുന്നുണ്ട്. ടോട്ടൽ വന്നേ സാറേ ഒരു FMG എഴുതുന്നത് 40,000-42,000 ടോട്ടൽ ഇന്ത്യയിൽ എഴുതുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ FMG എഴുതുന്നത് കേരളത്തിലാണ്. ഫസ്റ്റ് വിദേശ വിദ്യാഭ്യാസം കൂടുതൽ സ്വീകരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിൻ്റെ അത്ര ഒരു സംസ്ഥാനത്തിലും ഇല്ല. ഇതിൻ്റെ അകത്ത് ഇന്റേൺഷിപ്പ് കക്ഷി ചേർന്നവർക്ക് എടുത്തു പറയുന്നത് അത് പെറ്റീഷൻസും ഇതിൻ്റെ അകത്ത് പറഞ്ഞില്ലേ 103 പെറ്റീഷൻസ് ഉണ്ട്. ആ പെറ്റീഷൻസിൽ ഒരെണ്ണം അസോസിയേഷനാണ്. നമ്മുടെ AFMDB എന്ന അസോസിയേഷനാണ് ഇതിൻ്റെ അകത്ത് കക്ഷി ചേർന്നിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഇതിൻ്റെ അകത്ത് കക്ഷി ചേർന്നിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി തുടർന്ന് നമ്മൾ അടുത്ത കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസിലുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ഇതിൻ്റെ ഓർഡർ വെച്ചിട്ട് അതും കിട്ടാനുള്ള സാധ്യതയുണ്ട് ആ കുട്ടികൾക്ക്. ഓഗസ്റ്റ് അത് പോസ്റ്റ്പോണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കേസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കുട്ടികളുടെ കേസ് എടുക്കണേ പുതിയൊരു കേസായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പുതിയ ആൾക്കാർ വന്നുകൊണ്ട് നിൽക്കുന്നത്. അത് 2 തിരിച്ച് കേസ് നമ്മളിതായിട്ട് ഇത് പിള്ളേരിപ്പോൾ തന്നെ 250 പേര് ഓൾറെഡി ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ വേറെ ഇത് കൂടാതെ തന്നെ 250 പിള്ളേർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ ഇതിന് മുന്നേ 2023 കേസ് കൊടുത്തിരുന്ന വ്യക്തികളൊക്കെ അവർക്കൊക്കെ ഇതിൻ്റെ ഓർഡറിൻ്റെ ബേസിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഓർഡറിൻ്റെ ബേസിൽ അവർക്കൊക്കെ സ്റ്റൈഫൻഡ് അനുവദിച്ച് കൊടുക്കാമെന്നുള്ള ഇതുപോലെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇത്തിരി കൂടി ഒരു ക്ലാരിറ്റി അവരുടെ വരാനുണ്ട്. അവരുടെ കഴിഞ്ഞതുകൊണ്ട് സൂപ്രണ്ട് കയ്യിൽ ലെറ്ററും മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് വായിക്കാനുണ്ട്. ഈ കുട്ടികളെന്ന് വെച്ചാൽ കഴിഞ്ഞിട്ടില്ല, നിലവിൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവർക്കപ്പം ഇപ്പം നിലവിൽ ചെയ്തിരിക്കുന്ന പ്രസന്റിൽ ഉള്ള ഇത് വെച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെയാണ്. അല്ല സാധാരണ 1 വർഷമല്ലേ ഇന്റേൺഷിപ്പ് ഉള്ളൂ. 1 വർഷത്തെ ഇന്റേൺഷിപ്പാണ്. ആ 1 വർഷത്തെ ഇന്റേൺഷിപ്പിന് അവർക്കത് കൊടുക്കാന്നുള്ളത്. അത് കഴിഞ്ഞ പിന്നെ അടുത്ത ബാച്ചല്ലേ വരുന്നത്. ആ ബാച്ചിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. സാർ ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ 19-ാം തീയതി ആൾറെഡി ഒരു കേസ് 13-ാം തീയതി വിധിയായിട്ടുണ്ട്. 13-ാം തീയതി വിധിയായതിന് ശേഷം ഗവൺമെൻറ് ഒരു ടൈമിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ 31-ാം തീയതി വരെ അവർക്ക് അപ്പീലോ എന്തെങ്കിലും ചെയ്യണേ ഗവൺമെൻറ് പീരിയഡൊക്കെ അവിടെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇന്ന് വരെ നാളിതുവരെ അവിടെ ചെയ്തിട്ടില്ല. അത് നമ്മുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ് ഈ കേസിനെ സംബന്ധിച്ച്. കാരണം അവർക്കും ഇത് കൊടുക്കണം. കാരണം ഇത് സുപ്രീം കോടതിയിൽ ഓർഡർ കിടക്കുന്നുണ്ട്. അതിനെ ഖണ്ഡിക്കുന്നതിന് അറിയാമല്ലോ കുറച്ച് ഒരു പരിമിതിയുണ്ട്. ഇത് ഒരു മെയിനായിട്ട് നമ്മളെ സുപ്രീം കോടതി ഓർഡറും അതോടൊപ്പം തന്നെ NMCയുടെ കൃത്യമായ ഡയറക്ഷൻ ഈ ഫെബ്രുവരി ഇറക്കിയിട്ടുണ്ട് അവർ. ഈ 2ആണ് ഇതിൻ്റെ മെയിൻ എവിഡൻസ്. ആ എവിഡൻസ് വെച്ചാണ് ഈ കേസ് മുന്നോട്ട് നീങ്ങിയത്.
എൻ്റെ പേര് അരവിന്ദ്. ഞാനിവിടെ GH ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുന്നേ പല തവണയായിട്ട് ഇതിൽ FMJs പല കേസുകളായിട്ട് കോടതിയെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും നമുക്ക് ഇതുപോലെ അനുകൂലമായൊരു വിധി വന്നിട്ടില്ല. ഇവിടെ ഓൾ ഫോറിൻ ഡോക്ടേഴ്സ് ആൻഡ് പേരൻസ് അസോസിയേഷൻ്റെയും അതുപോലെ അഡ്വക്കേറ്റ് മിനിയുടെയും പ്രയത്നത്തിൻ്റെ പുറമെയാണ് നമുക്ക് ഇത്രയും നല്ലൊരു ഔട്ട്കം വന്നത്. അതിന് ഇവരുടെ രണ്ടുപേരും നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരും വളരെയധികം വളരെ കഷ്ടപ്പെട്ടതാണ്, ഒരുപാട് അനുഭവിച്ചതാണ് ഈ വിഷയത്തിൻ്റെ പുറത്ത്. അപ്പോൾ ഇനി ഇതിന് അനുകൂലമായൊരു ഔട്ട്കം വരുമെന്ന് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ആൾക്കാർ ഗ്രൂപ്പ് ഓഫ് 120 ആൾക്കാർ ഒരു ഇത് വെച്ചിട്ട് കോടതിയെ സമീപിച്ചപ്പോൾ അതിനൊരു റിസൾട്ട് കിട്ടി. അതേ സാധനം തന്നെയല്ലേ ബാക്കിയുള്ള എല്ലാവരും? അതെ ഞാൻ ചോദിക്കുന്നത്, എല്ലാവരും ഹൗസ് സർജൻസിക്ക് വേണ്ടിയാണ്. മാഡം, ഇതിനകത്ത് ഏതെങ്കിലും കുട്ടികൾ മുന്നോട്ട് ഇറങ്ങിയെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും സാധിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം ധൈര്യശാലികളായിട്ട് കുറച്ച് കുട്ടികൾ മുന്നോട്ട് വന്നു, അവരാണ് അത് നേടിയെടുത്തത്. ഇനി അത് അല്ല മാഡം, ഇനി അത് എല്ലാ കുട്ടികളും കിട്ടണമെന്നാണ് ആഗ്രഹം. പക്ഷെ അത് ഇനി കാരണം ഈ കോടതിയുടെ പകർപ്പ് ഇന്നലെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ മന്ത്രിസഭ അവർ കൂടിയതിന് ശേഷം അവരൊരു തീരുമാനം എടുക്കും. അവരെ ഫണ്ട് എന്ന് പറഞ്ഞാൽ അവരിലുള്ള ഫണ്ട് അനുസരിച്ച് എത്ര അവർക്ക് കൊടുക്കാൻ സാധിക്കും, അത് നടക്കണമല്ലോ, പൈസ വേണമല്ലോ. ആ പൈസ അനുസരിച്ച് അവർ തീരുമാനിച്ചിട്ട് അതോടൊപ്പം തന്നെ അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ അവർ ആ സമയത്ത് ഡിക്ലറേഷൻ ഗവൺമെന്റിന് ചെയ്യാൻ സാധിക്കും, എല്ലാ കുട്ടികൾക്കും കൊടുക്കാം. അത് ഗവൺമെന്റിന്റെ ഒപ്പീനിയനാണ്, അത് ഗവൺമെന്റ് ഇഷ്ടം. അത് ഞങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് മെയിനായിട്ട് എല്ലാ കുട്ടികൾക്കും ഇത് കിട്ടത്തക്ക രീതിയിലാണ് ഞങ്ങൾ വെച്ചിരുന്നത്. പക്ഷേ അവിടെ നിന്ന് വന്ന ഓർഡറാണ് ഇതിനായിട്ട് ഇറങ്ങിത്തിരിച്ച കുട്ടികൾ. അവരിറങ്ങിത്തിരിച്ച കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ അവർ കോടതിയിൽ കെട്ടേണ്ട പൈസയൊക്കെ കെട്ടി അവരതിൻ്റെതായ പ്രോപ്പർ വേയിലൂടെയാണ് അവർ പോയി അവരുടെ കാര്യങ്ങൾ. പക്ഷേ ഇതിലൊന്നും പോകാതെ എല്ലാവർക്കും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. ഓരോ കാര്യത്തിനും അവരവരുടേതായ രീതിയിലൂടെ മുന്നോട്ട് പോകണം. പക്ഷേ എല്ലാ കുട്ടികൾക്കും ഏത് വിധേനയായാലും കിട്ടണം. ഇത് മാത്രമാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കുട്ടികളിൽ പല കുട്ടികളും ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പം വെയിറ്റ് ചെയ്യുന്ന കുട്ടികളും ഉണ്ട് കുറേ പേര് ഇതിന് വേണ്ടിയിട്ടായിട്ട്, ഈ ഇന്റേൺഷിപ്പിന് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിട്ട്. അപ്പോൾ അത് അനുവദിച്ച് കിട്ടും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ. ഉണ്ട്. ആൾറെഡി ഈ കേസിന്റെ വിധിയുടെ അനുസരിച്ച് വേറെ കുറേ ഡോക്ടേഴ്സ് കേസിന് പോയിട്ടുണ്ട്. 230 കുട്ടികളെന്തോ ആണ്. ആ കേസും അതിനനുകൂലമായിട്ട് 21 ജൂലൈയിൽ ഒരു വിധി വന്നിട്ടുണ്ട്. പക്ഷേ ഈ വിധി നേടിയെടുത്തത് ഫസ്റ്റ് ഈ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് വിധി നേടിയെടുത്തത് ഈ അഡ്വക്കേറ്റ് മിനിയാണ്. ഞാൻ ചോദിക്കുന്നത് ജസ്റ്റിസ് ഗിവൺ എന്നല്ലേ? അതായത് നമ്മൾ ഒരേ കോഴ്സിന് വേണ്ടി കോടതിയെ സമീപിച്ചു, നമുക്കൊരു റിസൾട്ട് കിട്ടി. അപ്പോൾ അത് ബാക്കിയുള്ള പിള്ളേർക്കും ഇപ്പോൾ അവർ ഇങ്ങനെ ഒരു കേസ് കൊടുത്തില്ലെങ്കിലും കോമൺ സെൻസ് വെച്ച് ആലോചിക്കുമ്പോൾ അത് കിട്ടേണ്ടതല്ലേ? പക്ഷെ ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ടോന്ന്, ആ ഒരു ഡിസിഷനിലേക്ക് വന്നിട്ടില്ല. ആക്ച്വലി അങ്ങനെയാണ് വരേണ്ടത്. ഞാൻ പറഞ്ഞ കോമൺ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അവരതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് കേസിന് ആര് പോയോ ആ കേസിന് പോയ വ്യക്തികൾക്ക് മാത്രം എന്ന രീതിയിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിന് മുന്നേ 2 കക്ഷികൾ 23-ലും 24-ലാണെന്ന് എനിക്ക് തോന്നുന്നു ഇതിന് പോയിട്ട് അവർ കേസ് ഇത് കിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ അവർ വിട്ടിട്ട് പോയ സംഘടനകളുണ്ട്. അതിനുശേഷം ഇതിന് ഓർഡർ വന്നതിന് ശേഷമാണ് അവരിപ്പോൾ ഇതിനെ നിലവിൽ അത് എടുത്ത് ഫോളോ അപ്പ് ചെയ്തപ്പോൾ ഇപ്പോൾ ആ കുട്ടികൾക്ക് അവരുടെയും ഇത് ചെയ്തതിൻ്റെ പേപ്പറുകളൊക്കെ സബ്മിഷൻ ചെയ്യാൻ പറഞ്ഞു. പേപ്പറുകളൊക്കെ സബ്മിഷൻ ചെയ്യാനായിട്ടുള്ള ഓർഡർ വന്നിട്ടുണ്ട്. അവർക്ക് ഉണ്ട്. ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ട്രിവാൻഡ്രം GH ചെയ്തുകൊണ്ട് നിൽപ്പുണ്ട്. പിന്നെ ഇപ്പം തൃശ്ശൂർ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എറണാകുളം GH ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും തന്നെ മക്കൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന പേര് തീരാറായിട്ടുണ്ട്. 2 മാസവും 3 മാസം കൂടെ ഉള്ളൂ. ചിലരുടെയൊക്കെ ഉടനെ തന്നെ തീരാറായിട്ടുള്ള കുട്ടികളുടെ ഉണ്ട്. അതെ ആദ്യം തുടങ്ങി ഇതിൻ്റെ അകത്ത് കേസ് കക്ഷി ചേർന്നിട്ടുള്ള പിള്ളേർക്കെന്നാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഓർഡർ. അതിന് നമുക്ക് കോടതി വിധിയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്ന് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമുണ്ട്. പക്ഷേ കോടതി വിധി ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അതെ, ഓക്കെ, ശരി. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഈ ഒരു വിഷയത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കത് ചെയ്തു തന്നാൽ വളരെ ഉപകാരം. അല്ല എന്നാലും ഇനിയും, കാരണം ഇപ്പോൾ ഒരു അല്ല ഇതുവരെ ഇങ്ങനെ വിഷയങ്ങൾക്കൊന്നും പോസിറ്റീവ് ഒരു സംഭവം വന്നിട്ടില്ല. അപ്പൊ ഇപ്പം കുറച്ചൊരു ബൂം കിട്ടുവാണെങ്കിൽ ഇത് എല്ലാവരുടെ ശ്രദ്ധയിലേക്ക് വരും. അതുകൊണ്ടാണ്.
താങ്ക് യു. എല്ലാ സ്ഥലത്തിലും വരുമ്പോൾ മേഡം ഇതിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ അടുത്ത കുട്ടികൾക്ക് ഇതൊരു അവസരമാണ്. കാരണം ഇതിന്റെ ഈ വിധിപ്പകർപ്പ് വെച്ച് അവർക്ക് ആർക്ക് വേണം കേസിന് പോകാം, നേടിയെടുക്കാൻ സാധിക്കും. അവരെല്ലാം അവയർനെസ് ചെയ്യുന്ന ഒരു അവസരം കൂടെ കിട്ടുകയാണ്. ശരി എന്നാ. ഓക്കെ ഓക്കെ താങ്ക് യു. താങ്ക് യു സോ മച്ച്.